അഷ്വേർഡ് പെൻഷനെതിരെ വിമർശനവുമായി CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ. ഇടത് നയങ്ങൾക്കനുസരിച്ച് അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. അപ്പോൾ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ 24-നോട് പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷനിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന 24 അഭിമുഖത്തിലെ പരാമർശത്തോടാണ് ജോയിന്റ് കൗൺസിലിന്റെ പ്രതികരണം. അഷ്വേർഡ് പെൻഷൻ എന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെന്ന് CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതൊരു ഇടതുപക്ഷ ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ ഇടതുപക്ഷ നയങ്ങൾക്കനുസരിച്ച് അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അവിടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ നമ്മുടെ നിലപാട് കൃത്യമായി നമ്മൾ പറയും. നമുക്കൊരു ഇടതുപക്ഷ നിലപാടിനനുസരിച്ച് മാത്രമേ എന്നെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക്, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് മറുപടി പറയാൻ കഴിയൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിലപാട് ജീവനക്കാരുടെ അംശം കൊണ്ട്, തൊഴിലാളികളുടെ അംശം കൊണ്ടല്ല പെൻഷൻ കൊടുക്കേണ്ടത്. പെൻഷൻ ഔദാര്യമല്ല, അത് അവകാശമാണ് എന്നുള്ള ആ നിലപാട് ഉറച്ചെന്നാണ് വർത്തമാനം. അഷ്വേർഡ് പെൻഷനിൽ ജീവനക്കാരുടെ വിഹിതം ഈടാക്കുമെന്നാണ് ജോയിന്റ് കൗൺസിലിന്റെ സർക്കാരിനോടുള്ള ചോദ്യം. യുണൈറ്റഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി നടപ്പിലാക്കിയല്ലോ. ആ പദ്ധതിയുടെ ഇരട്ട മുഖമായിരിക്കും അഷ്വേർഡ് പെൻഷൻ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഇതെല്ലാം പങ്കാളിത്തമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഫണ്ടും കൂടി ചേർത്തുള്ള പങ്കാളിത്തത്തിനനുസരിച്ച് പാർട്ടിസിപ്പേറ്ററി പെൻഷനാണ് ഈ പറയുന്ന പെൻഷൻസ് എല്ലാം. ഗവൺമെൻറ് ചർച്ച ചെയ്യട്ടെ. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജീവനക്കാരല്ലേ. അപ്പോൾ ജീവനക്കാരോട് ഇതിനെ സംബന്ധിച്ചൊരു പറയാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നത് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അത് പാലിക്കണമെന്നാണ് CPI സർവീസ് സംഘടനയുടെ ആവശ്യം. 24 തിരുവനന്തപുരം.